ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് അതല്ലെങ്കിൽ പങ്കാളിയാവാൻ പോകുന്ന ആളുമായിട്ട് നമുക്ക് മരണം വരെ ഒരു സന്തോഷമായി പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് രീതിയിലുള്ള വ്യക്തിത്വങ്ങളാണ്. ആ രണ്ട് പേരും ഒരുമിച്ച് ചേരുമ്പോൾ അതിൽ പ്രശ്നം ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പം നമുക്ക് ഇത് നോക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായ ഊർജമാണ്. ഈ ഊർജം വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച രണ്ട് പേരിൽ നിന്നും ഏകദേശം ഒരേപോലെയുള്ള ഫ്രീക്വൻസിയുള്ള പോസിറ്റീവായ ഫ്രീക്വൻസിയുള്ള വൈബ്രേഷനാണ് രണ്ട് പേരിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എങ്കിൽ അവർ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ പോകാൻ സാധ്യതയുണ്ട്. അവർ പോവും. കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ടു പേർക്കും ഒരേപോലത്തെ വൈബ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ചെറിയ മാറ്റങ്ങൾ ഉള്ളതിനനുസരിച്ച് ചെറിയ പൊരുത്തക്കേടും വർത്താനവും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. വീണ്ടും അത് മാച്ചായി പോവും. ഈ വൈബ്രേഷനിൽ വരുന്ന ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുമ്പോഴാണ് ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും നടക്കുന്നത്. രണ്ട് പേരുടെ വൈബ്രേഷൻ രണ്ട് രീതിയിലായിരിക്കും. അത് വിവാഹത്തിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിവാഹത്തിന് മുൻപ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ എങ്ങനെയാണോ ആ വൈബ്രേഷൻ അനുസരിച്ച് ആണ് ആ വ്യക്തിയിലേക്കുള്ള പങ്കാളി വരിക. പക്ഷെ ആ പങ്കാളി വരാനുള്ള സമയമോ സന്ദർഭമോ നമ്മൾ കൊടുക്കാതെ നമ്മൾ വിവാഹം എന്ന പേരിൽ നമ്മുടെ കാരണവരായ ആളുകളൊക്കെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ചോ നമ്മൾ കഴിക്കുന്ന ബാഹ്യമായ ഇഷ്ടപ്പെടലുകളിലൂടെ നമ്മൾ കഴിക്കുന്ന വിവാഹം, ആ വിവാഹം അപ്പോഴത്തെ പൊരുത്തത്തിൽ അങ്ങ് കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ കണ്ട അപ്പോൾ ആ ഒരു സ്നേഹം അവസാനിക്കുന്നതോടുകൂടി ഇവരുടെ വൈബ്രേഷൻ തമ്മിൽ മേച്ചാവാതെ വരുമ്പോഴാണ് രണ്ടു പേർക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ ആരംഭിച്ച പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരും രണ്ട് രീതിയിലാണ് പ്രകൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ. ആ വൈബ്രേഷൻ ഇവർ രണ്ടുപേരും തമ്മിൽ മാച്ച് ആവുന്നില്ല. അത് മാച്ച് ആവുകയാണെങ്കിൽ മരണം വരെ സന്തോഷമായിട്ട് അവർ ജീവിക്കും. അത് എത്രത്തോളം ഡിസ്മാച്ച് ആവുന്നോ അത്രത്തോളം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയും മാറ്റാൻ പറ്റില്ല. പിന്നെ അത് മാറ്റാൻ പറ്റണമെങ്കിൽ രണ്ടുപേരുടെയും വൈബ്രേഷൻ ഏകദേശം അവരുടെ ഒരേപോലെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു മാച്ചായിട്ട് ഒരാളൊരു 100% നിൽക്കുന്നെങ്കിൽ മറ്റാൾ ഒരു 70, ആ രീതിക്ക് രണ്ടുപേരും ഏകദേശം ഒരു രൂപത്തിൽ നിന്നാൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന വീടുകളിൽ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം രണ്ടുപേരുടെയും വൈബ്രേഷൻ ഏകദേശം ഒരേപോലെ പോകുന്നത് കൊണ്ടാണ് അവരൊരുമിച്ച് പോകുന്നത്. അതല്ലെങ്കിൽ തീരെ പറ്റാതാവുമ്പോൾ അവരത് വേർപിരിയും. അത് പ്രകൃതി നിയമമാണ്. അത് വേർപിരിയും, അതിൽ നിന്ന് വിട്ടുപിരിയും. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാവും. പല കാരണങ്ങൾ മുഖേന ആയിരിക്കും. ചിലപ്പോൾ മറ്റൊരാളെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങേരുടെ കൂടെ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒഴിവായി, എന്തെങ്കിലും കാരണങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടെത്തും. പക്ഷെ കാരണം മെയിൻ അതിൽ വരുന്ന വിഷയം ഈ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് യോജിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റും. യോജിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി വളരെ ഹൈ ലെവലിൽ എത്തിച്ച് ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മുടെ പങ്കാളി ആരാണോ അവരുടെയും വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ അവരുടെ ചിന്താഗതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ രണ്ടുപേർക്കും സമാധാനമില്ലാതെ മക്കളെ ഓർത്തും
മറ്റ് ബന്ധുക്കളെ ഓർത്തും അവർക്കൊരു പ്രശ്നം വേർപിരിയുമ്പോഴൊക്കെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനുള്ള നാണക്കേടും ഒക്കെ ആലോചിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റൂ. അവർക്കൊരു സമാധാനത്തോടുള്ള ജീവിതം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ്. മെഡിറ്റേഷൻ ചെയ്ത് സ്വന്തം വൈബ്രേഷൻ ഉയർത്തി അതിലൂടെ നമ്മുടെ പങ്കാളിയുടെ വൈബ്രേഷനിലും ചേഞ്ച് വരുത്താൻ കഴിയും. അങ്ങനെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവരുടെ ചിന്താഗതികൾ മാറും, എല്ലാം മാറും. എല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാം, ഹാപ്പി ആയിരിക്കും. പിന്നീട് സ്വന്തം ഫാമിലി ഹാപ്പിയിൽ ജീവിച്ചു പോവാം. അതിന് എല്ലാവരും ഇത് ചെയ്യണം. കാരണം നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണം ഈ കുടുംബ ജീവിതത്തിൽ ഈ പങ്കാളിയുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം മാത്രമല്ല, ഈ മെഡിറ്റേഷൻ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് കൺട്രോൾ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും നിയന്ത്രണങ്ങളും, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സിമ്പിളാക്കിയിട്ട് നമുക്ക് നടത്താൻ പറ്റും. മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അസുഖങ്ങൾ ഒരുപാട് മാറിപ്പോവും. നല്ല ആരോഗ്യം ഉണ്ടാവും. എല്ലാം കൊണ്ടും ഗുണമാണ്. ഒരു കാര്യം കൊണ്ടും മെഡിറ്റേഷന് നഷ്ടം വരുന്നില്ല. എല്ലാ കൊണ്ടും സാമ്പത്തിക ഉയർച്ച, മാനസിക വളർച്ച, കുടുംബ ബന്ധങ്ങളിലുള്ള വളർച്ച, നമ്മളെ ജോലി തൊഴിൽപരമായുള്ള വളർച്ച, എല്ലാ കാര്യത്തിലും മെഡിറ്റേഷൻ ബെസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് വീട്ടിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം കല്യാണം കഴിച്ചു പോയി, പിള്ളേരായിപ്പോയി, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇനിയിപ്പോൾ വേറെ പിരിയുമ്പോൾ പിള്ളേർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നത് ചിന്തിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും മരണം വരെ. അതൊരു ജീവിതമാണോ? നമുക്ക് മനുഷ്യജന്മമായി കിട്ടിയ ഈ ജീവിതം എല്ലാ അർത്ഥത്തിലും നമ്മളത് സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കണം. നമുക്ക് ഈ കിട്ടിയ മനുഷ്യജീവിതം അത്ര പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ മനുഷ്യജീവിതം. ആ ഒരു ജീവിതം ഇവിടെ കിട്ടിയിട്ട് നമ്മളിവിടെ വഴക്കിട്ടും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ട് എന്താണ് അതിലൊരു കാര്യം? അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ കുടുംബം സന്തോഷകരമായി എന്നുള്ളതാണ്. തുടക്കത്തിൽ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ മെഡിറ്റേഷനിൽ നിന്ന് പിൻവലിക്കാൻ നമ്മളെ തലച്ചോറ് തന്നെ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പല കാരണങ്ങളും കണ്ടെത്തും. നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോകേണ്ടി വരും, വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കില്ല, രാത്രിയിലൊക്കെ എടുക്കാൻ നേരത്ത് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാം തരണം ചെയ്ത് അതിലിരുന്നാലും നമ്മളെ തലച്ചോറ് ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമുക്ക് വേണ്ടി നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മളതിന് തയ്യാറാവുക തന്നെ വേണം. ഒരു 21 ദിവസം നമ്മളതിന് തയ്യാറാവുക തന്നെ വേണം. ആ 21 ദിവസം നമ്മളതിന് വേണ്ടി റെഡിയായാൽ ഉണ്ടാവുന്ന ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. ആ മാറ്റം അത് ചെറിയൊരു മാറ്റമല്ല. അതിനെല്ലാവരും പരിശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ പരിശ്രമിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അനുഭവം മനസ്സിലായാൽ നമ്മൾ തന്നെ മറ്റുള്ളവരിൽ നമ്മൾ ചെയ്യുന്നത് കണ്ട്, നമ്മളുടെ സ്വഭാവം മാറുന്നത് കണ്ട്, നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇത് നല്ലതാണെന്ന് തോന്നി അവരും അത് അനുകരിക്കാൻ തുടങ്ങും. അപ്പം ആ കുടുംബം തന്നെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് വഴിമാറും. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ സ്വഭാവം മാറുമ്പോൾ അവരുടെയും മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നമ്മളുടെ സ്വഭാവം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെയും സ്വഭാവം മാറും. നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവം മാറും. അവരൊക്കെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങും. നമ്മളുടെ വൈബ്രേഷൻ അവരിലേക്ക് ചെല്ലുമ്പോൾ അവർക്കത് മാറാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുക.